സെക്കൻഡ് സെമസ്റ്റർ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റഡീസ് 1 എന്ന പേപ്പറിൽ കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് മിത്തീം. എന്താണ് മിത്തീം എന്ന് നോക്കാം. മിത്തീം is a concept that was introduced by the French anthropologist and structuralist Claude Lévi-Strauss. അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡായിരുന്നു നമ്മളുടെ ഈ ട്രൈബൽ സ്റ്റോറീസ്, ഫോക്ക് ലോർസ്, മിത്ത് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ആ കൈൻഡ് ഓഫ് റൈറ്റിങ്സൊക്കെ സ്റ്റോറീസൊക്കെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മിത്തീം എന്നാണ് പറയുന്നത്. മിത്തീം ഇസ് ബേസിക്കലി ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് എ മിത്ത്. ഒരു മിത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് മിത്തീംസ് തന്നെ വേണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മിത്തെടുത്ത് നോക്കിയാലും, ഏത് മിത്തെടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം അപ്പിയർ ചെയ്യുന്ന കുറച്ച് നമുക്ക് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എടുത്ത് കളയാൻ പറ്റാത്ത തരത്തിലുള്ള കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് നമ്മളുടെ മിത്തീം എന്ന് പറയുന്നത്. പ്രോപ്പർ യൂസ് ഓഫ് മിത്തീംസ് ഇല്ലാതെ ഒരു കാരണവശാലും മിത്തെന്ന് പറയുന്ന ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം മിത്തീം എന്ന് പറയുന്ന സംഭവം തന്നെയാണ് അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ പല മിത്തീംസ് പല കോമ്പിനേഷനിൽ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡിഫറെൻറ്റ് മിത്സ് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് മിത്തുകൾ പലതരവും. പക്ഷേ ഇതിനകത്തെല്ലാം ഉള്ള ആ എലമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ മിത്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പല സ്ഥലങ്ങളിൽ പല കൾച്ചറിലുമുള്ള മിത്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മളത് അനലൈസ് ചെയ്ത് വരുമ്പം അതിൻ്റെ അണ്ടർലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരേ സ്ട്രക്ചറുമായിരിക്കും. അവിടെയാണ് മിത്തീം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എല്ലാ കൾച്ചറിലും എല്ലാ സൊസൈറ്റിയിലുമുള്ള മിത്തുകളിലും കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് ആണ് ഈ മിത്തീം എന്ന് പറയുന്നത്. അതിനുള്ള ചില എക്സാമ്പിൾസ് ആണ് നമ്മളുടെ ഈ കൊടുത്തേക്കുന്നത്. ഹീറോസ് ജേർണി, ദ ട്രിക്സ്റ്റർ, ദ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇപ്പം ഏത് മിത്തെടുത്ത് നോക്കിയാലും ആ ഹീറോ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടായിരിക്കും. ഹീറോ കുറച്ച് നാളത്തേക്ക് ഒരു ജേർണി നടത്തുന്നുണ്ടായിരിക്കും. ഒരു ചീറ്റർ അതിനകത്ത് കാണും. പിന്നെ ഒരു ഫ്ലഡ് കാണും, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കാണും. ഹീറോ ഈ വില്ലനെ തോപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഗുഡ് വേഴ്സസ് ഈവിൾ, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളും എല്ലാ മിത്സിനകത്തും നമുക്ക് ഏത് മിത്തെടുത്ത് നോക്കിയാലും അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഏത് മിത്തിലും, ഏത് കൾച്ചറിലുള്ള ഏത് കൈൻഡ് ഓഫ് സൊസൈറ്റിയിലെ മിത്തായിക്കോട്ടെ, ഇതിനകത്ത് എല്ലാത്തിനകത്തും ഒരേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് മിത്തീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിത്തീം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതും. അപ്പോൾ ഈ മിത്തീം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൂടെ മനസ്സിലാവുന്ന വേറൊരു കാര്യം തന്നെയാണ് ഈ ക്യാരക്ടേഴ്സും. ഓരോ കൾച്ചറിലെ മിത്തെടുത്ത് നോക്കിയാൽ അവിടെ ക്യാരക്ടേഴ്സും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും സറൗണ്ടിങ്സും അങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ സെയിം തന്നെയാണ്. ഏത് കൾച്ചർ ആയിക്കോട്ടെ, എവിടുത്തെ സ്റ്റോറി ആയിക്കോട്ടെ, എവിടുത്തെ മിത്തായിക്കോട്ടെ, അതിനകത്ത് എല്ലാത്തിനകത്തും പറയുന്നത് ഒരേ സ്ട്രക്ചറിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ കൾച്ചറിനനുസരിച്ച് ക്യാരക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ മാറും. ക്യാരക്ടറിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മാത്രമേ മാറത്തുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ സറൗണ്ടിങ്സും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാത്രമേ മാറത്തുള്ളൂ. സ്റ്റോറി ലൈനൊക്കെ ഏകദേശം നല്ല, അത് ഒരേ സ്ട്രക്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ എക്സാമ്പിൾസ് യൂസ് ചെയ്യാം. രാമായണത്തിൻ്റെ കഥ എടുത്തു നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞ എന്തുവാ, ഒരു ഹീറോയുടെ ജേണി. അവിടെ ഹീറോ ജേണി ചെയ്യുന്നുണ്ടോ? ഒരു യാത്ര ചെയ്യുന്നുണ്ടോ? വനവാസം നടത്തുന്നുണ്ടോ? രാമായണത്തിൽ വനവാസം നടത്തുന്നുണ്ട്. ആ ജേണിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറയുന്നുമുണ്ട്. അതേപോലെ ഗ്രീക്ക് മിത്തോളജിയിൽ ഒഡീഷ്യസും ഇതേപോലെ ജേണി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ജേണിയുടെ പ്രസൻസ് ഉണ്ട്. ഹീറോയും അയാളുടെ ഒരു ജേണിയും. ഈ കാര്യങ്ങൾ രാമായണത്തിനകത്തും ഉണ്ട്, ഗ്രീക്ക് മിത്തോളജിയിലും ഉണ്ട്. കണ്ടോ, ഇതാണ് പറഞ്ഞത്. ഒരു ഹീറോയുടെ ജേണി എന്ന് പറയുന്നത് രണ്ടിടത്തും വരുന്നത് കണ്ടോ. അതാണ് മിത്തി എന്ന് പറയുന്നത്. ഇപ്പം ഹീറോയുടെ ജേണി മാത്രമല്ല, നേരത്തെ പറഞ്ഞിട്ടുള്ള പല പല എലമെൻസും എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കാം. മറ്റൊരു മിത്തി എന്ന് പറയുന്നത് ഫ്ലഡാണ്.
പല പല മിത്തോളജീസ് എടുത്ത് നോക്കിയാലും ഫ്ലഡ് അതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പം ഹിന്ദു മിത്തോളജി എടുത്ത് നോക്കുമ്പം വിഷ്ണു മത്സ്യരൂപത്തിലെത്തിയിട്ട് മനുവിൻ്റെ അടുത്ത് പറയും, ഫ്ലഡ് വരാൻ പോവുകയാണ്, ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് നീയും സപ്തഋഷികളും അതിനകത്ത് സേഫായിട്ടിരിക്കൂ, ഞാൻ മത്സ്യരൂപത്തിൽ വന്ന് നിന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് പോവാം, റിവറിലൂടെ നിന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകാം എന്ന് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞത് ഹിന്ദു മിത്തോളജി ആണെങ്കിൽ ബൈബിളിലെ സ്റ്റോറി നമുക്ക് ഫെമിലിയർ ആണ്. നോവാസ് ആർക്ക്, നോഹയുടെ പേടകം. ഒരു ഗ്രേറ്റ് ഫ്ലഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോഹയ്ക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നോഹ ഒരു പേടകം ഉണ്ടാക്കിയതിനകത്ത് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും നോഹയും പിന്നെ കുറച്ച് ലിസ്റ്റഡ് ആയിട്ടുള്ള അനിമൽസിനെയും ഒക്കെ കയറ്റിയിട്ട് അവരെ ഈ ഫ്ലഡിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫ്ലഡ് എന്ന് പറയുന്നത് ബോത്ത് ഒരു ടോട്ടൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ്റെ ഒരു ഫേസ് ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ വേൾഡ് അല്ലെങ്കിൽ ഒരു ന്യൂ ഏജിലേക്ക് ഉള്ള ആ ഒരു അതിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ടും ഈ ഫ്ലഡിനെ കാണിക്കുന്നുണ്ട്. അപ്പം ഫ്ലഡ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് ഒട്ടുമിക്ക എല്ലാ മിത്സിനകത്തും കാണുന്നുണ്ട്. ഇപ്പം ഹിന്ദു മിത്തോളജിയിൽ അതുപോലെ തന്നെ ഫ്ലഡായിട്ട് തന്നെ പറഞ്ഞാൽ ഈ തീമഴ പെയ്ത് ഒരു യുഗം അവസാനിക്കുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെയൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു തീമഴ പെയ്തിട്ട് ഒരു യുഗം അങ്ങ് തീരും, ഫ്ലഡ് വന്ന് തീരും. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കറൻസ് വളരെയധികം നമ്മളുടെ മിത്സിനകത്ത് ഉണ്ട്. ഇനിയുള്ളത് എല്ലാവർക്കും ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈനറിയാണ് ഗുഡ് ഈവിൾ, ഗുഡ് ബാഡ് എന്ന് പറയുന്നത്. ഈ ഏതൊരു മിത്ത് എടുത്തോട്ടെ, ആ മിത്തിന് എക്സിസ്റ്റൻസ് ഉണ്ടാവണം എങ്കിൽ അതിനകത്തൊരു ഗുഡും വേണം, അതിനകത്തൊരു ഈവിളും വേണം. ഈ ഗുഡ് വേഴ്സസ് ഈവിൾ എന്ന് പറയുന്ന മിത്തിയും എല്ലാ മിത്തിനകത്തും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. രാമായണത്തിനകത്ത് രാമ വേഴ്സസ് രാവണ. പിന്നെ മഹാഭാരതം വരുവാണെങ്കിൽ പാണ്ഡവ വേഴ്സസ് കൗരവ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഗുഡ് വേഴ്സസ് ഈവിൾ എന്ന് പറയുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ അവസാനം എന്താണ്, ക്ലൈമാക്സിൽ എന്താണ് നടക്കുന്നത്? എപ്പോഴും നല്ലത് ചെയ്ത ആൾക്ക് ജയം കിട്ടും. അപ്പം എപ്പോഴും ഗുഡ് എന്ന് പറയുന്ന ആ ഒരു സൈഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് തന്നെയായിരിക്കും ജയം എന്ന് പറയുന്ന ആ കാര്യം കയ്യിൽ കിട്ടുക എന്നുള്ള ഒരു മോറലും കൂടെയാണ് മിത്ത് പറഞ്ഞു വെക്കുകയാണ്, തീംസിലൂടെ മിത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഗുഡ് വേഴ്സസ് ഈവിൾ എന്ന് പറയുന്ന ഒരു മിത്തീവും നമുക്ക് ഓരോ മിത്സിനകത്തും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ മിത്തീം എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്